അടുത്തത് നമുക്ക് ഈ ഒരു ഇതിന്റെ റെസിസ്റ്റിവിറ്റി കാണണം. റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റോ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇത് ആർ ആണ് റെസിസ്റ്റൻസ് ബൈ എൽ. ആർ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് അളക്കാം. ഇതിന്റെ ലെങ്ത് നമ്മൾ ഫൈൻഡ് ചെയ്തത് ലെങ്ത് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ റേഡിയസ് കാണണം. ഈ ഒരു സാധനത്തിന്റെ ഈ ഒരു വയറിന്റെ റേഡിയസ് കാണണം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. വയറിന്റെ റേഡിയസ് കാണാൻ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാ ഈ രീതിയിൽ വയറിന്റെ റേഡിയസ് കാണണം. ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് വയറിന്റെ റേഡിയസ് കാണുന്നത്. അപ്പം ആ ഒരു PSR HSR എടുത്തിട്ട് വയറിന്റെ റേഡിയസ് ഓൾറെഡി കാണും. അപ്പോൾ നമുക്ക് വയറിന്റെ റേഡിയസ് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.33 × 5 × 10⁻³ മീറ്റർ ആണ് ഈ ഒരു വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ കിട്ടിയ റെസിസ്റ്റൻസ് ബൈ ലെങ്ത് ആയിട്ടുള്ള 15 ഇൻറ്റു മീറ്ററിലേക്ക് മാറ്റണം. 15⁻² മീറ്റർ എന്നുള്ള ഇതിനോട് പുട്ട് ചെയ്യുക. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയും കിട്ടും. അടുത്ത പാർട്ടാണ് ഈ ഒരു VI ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിന്നും റെസിസ്റ്റൻസ് കാണുക എന്നുള്ളതാണ്. VI ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ കിട്ടിയ കറന്റും വോൾട്ടേജും എടുക്കുക. ഈ Y ആക്സിസിൽ വോൾട്ടേജ് മാർക്ക് ചെയ്യണം, X ആക്സിസിൽ കറന്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണുകയാണ് ചെയ്യുക. ഇതിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. ഇവിടെ X എന്ന് സൂചിപ്പിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ 0.25 ഈ ഒരു വാല്യൂസിന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് 0.25, 0.5, 0.75 ആ രീതിയിൽ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ളത് വോൾട്ടേജ് ഇവിടേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗം ബൈ ഈ ഒരു ഭാഗം ഓക്കെ BC ബൈ AB ആണ് ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് ഫ്രം ദി ഗ്രാഫും കിട്ടും.